ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേക്ക് ഡിവൈൻ. ഞാൻ ഇവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഈസി ആയിട്ട് ഐസിങ് ചെയ്യാമെന്നുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഈ കേക്ക് ഞാൻ 3 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഐസിങ് തേക്കാം. കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം തേച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് അപ്പം നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ. അത് ഞാൻ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആകുമ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് തേക്കാം. ഇപ്പം ഐസിങ് ബാഗിലിട്ട് ചുറ്റിച്ചു കൊടുത്ത് തേച്ചാലും മതി, അതായിരിക്കും എളുപ്പമായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ക്രം കോട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാ സൈഡ് ഹോൾസൊക്കെ അടച്ച് എല്ലാം ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ക്രീമൊക്കെ തേച്ച് കൊടുക്കാം. നമുക്ക് ക്രീം തേച്ച് മൊത്തത്തിൽ ഒരു ക്രം കോട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ക്രീം തേക്കാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാനൊരു 2 ഡ്രോപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതാണ് ഈ കളറ്. നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ കളർ അങ്ങ് എടുത്തത്. ഇത് നമുക്ക് എന്നിട്ട് കേക്കിലോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കേക്കിലോട്ട് ചുറ്റിച്ചു കൊടുക്കാം. വെറുതെ ഒന്ന് റൗണ്ടാക്കി ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ കേക്കിൽ മുഴുവനായിട്ടും ഈ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കേക്കിൽ ഇനി മുഴുവനും ഇത് തേച്ച് വെച്ചു നല്ല ഫിനിഷിംഗ് ആക്കി എടുത്ത് നമുക്ക് ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് 118 എന്ന് പറഞ്ഞ നോസിൽ കൊണ്ടാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. സൺഫ്ലവറൊക്കെ ചെയ്യുന്ന നോസിലാണിത്. പിന്നെ മറ്റേ ഫ്ലവർ 111 ആണ് ചെയ്തിരിക്കുന്നത്. ഈ കേക്കിൽ ഒരു സൈഡിൽ ഭാഗമായിട്ട് നിറച്ചും അങ്ങ് ഫ്ലവർ വരച്ചു കൊടുക്കുവാണ്. നിറച്ചും കുറച്ച് ലീഫും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ എടുത്തിരിക്കുന്ന ഒരു പർപ്പിൾ കളറാണ്. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.